നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഈ കാണിക്കുന്നത്. എല്ലാവരും ഇത് കാണണേ, അടിപൊളിയാണ്. ₹500. അടിപൊളി പൂക്കളാണ്, അടിപൊളി. കിളി വന്നിട്ടുന്നുണ്ട്, കുഞ്ഞു കിളി എന്താ. നമ്മൾ ഊട്ടിയിൽ കാണാൻ വന്നതാണ്. അപ്പോഴാണ് ഞാനത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നത്. നല്ല സ്പേസാണ് ഇവിടെ ഒരുപാട്. ഇതൊക്കെ വന്നിട്ട് കളി അച്ഛൻ കണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ തോത്ത്. ദേവു നോക്കിങ്ങോട്ട്. ഹേയ്, ഇന്ന് ദേവൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്, ബർത്ത്ഡേ ആണ്. നമ്മളിന്ന് ഇവിടെയാണ് ദേവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എന്തുവാണ് ഫേൺ ഹൗസ്? എന്തുവാ ഫേൺ ഹൗസ്? എന്തുവാ ഫേൺ ഹൗസ് എന്ന് ചോദിച്ചു. വണ്ടി നോക്കണേ, ഇത് റോഡിൽ കൂടെ നടന്ന ഇതാ പ്രശ്നം. നമുക്ക് റോഡ് മാറി വേറെ ഏതെങ്കിലും വഴി പോവാം. അതിനെ കൂടി ഇങ്ങനെ പോന്നിട്ട് നമുക്ക് ഇതുവഴി ഇങ്ങനെ അപ്പുറത്ത് ഇറങ്ങിക്കൂടെ നോക്കാം. ഫേൺ ഹൗസ് ഈ പച്ചിലകളുടെ ചെടികളായിരിക്കും അല്ലേ? ഫേൺ ചെടികൾ പല വിധത്തിലുള്ള ഫേൺ ചെടികൾ നമ്മുടെ ഈ തോടിൻ്റെ തീരത്തും ഈ കണ്ണാറെന്നൊക്കെ പറയും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന. ഓ, ഇതെല്ലാം അവിടെ എല്ലാം ഉണ്ടല്ലോ ഇങ്ങനത്തെ വയലിലും. ഈ അടിക്ക് വെള്ള പൊടി ഉണ്ടാവും. വെള്ളപ്പൊടി അത് കൊള്ളത്തില്ലേ? നമുക്ക് പറ്റിയ കൊള്ളത്തുണ്ട്. അത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൈ വെച്ച് അടിക്കുമായിരുന്നു. എങ്ങനെ? ഇങ്ങനെ കൈ വെച്ചിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ആ പൊടി ചെടിയുടെ പൊടി ഒരു ഇല പോലെ തെളിഞ്ഞിരിക്കും. ഇത് കൊള്ളാമല്ലോ. ഇതെല്ലാം നമ്മുടെ പൂച്ചകള്. ഇതൊക്കെ നമ്മുടെ ഈ തോട്ടിലൊക്കെ കഴിഞ്ഞ് ചിരിച്ചാ പോലെ. ഹായ് ഹായ് കുഞ്ഞെ. പാവം, എല്ലാരും കൂടെ അതിനെ വിളഞ്ഞ് രക്ഷപ്പെട്ടു ഓടുക. അങ്ങോട്ട് പോയി, അങ്ങ് പോയി. ഇനി അതും പറഞ്ഞോണ്ട് എല്ലാരും അത് മുതലെടുക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞാണ്, എല്ലാം വായിച്ചു വന്നത്. ദേവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് നമ്മൾ ഊട്ടിയിൽ അതും കൂടെ പ്രമാണിച്ച് ആഘോഷിക്കാൻ വന്നതാണ്. നിങ്ങൾ വേണ്ട, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ വേണ്ടേ? ദേവു
വന്നോ വന്നോ. എൻ്റെ അമ്മമ്മേ, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഒരു മുട്ട പോലും റോസ് അതിനകത്താ. അപ്പൊ തിരിച്ചു പോവാം അല്ലേ? ആണോ? അവിടെയൊക്കെ കണ്ട അടിപൊളി മഞ്ഞച്ചെടികളാണ്. നല്ലൊരു ചെടിയാണ് അതിൻ്റെ. സുന്ദരമായ ഈ സ്ഥലവും പൂക്കളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇത് കാണണേ. താങ്ക് യു.